ഹലോ ഓൾ 2025 എല്ലാ പ്രധാന PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള മിഷൻ 2025 ക്ലാസ്സുകളാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ആദ്യത്തെ പോർഷൻ ക്ലാസ് എടുക്കാനായിട്ട് പോവുകയാണ്. ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ആരെങ്കിലും മെമ്പർ ആവാനുണ്ടെങ്കിൽ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്യുക, ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും 2025 ജോലി കിട്ടാൻ നമ്മുടെ ചാനൽ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. നമ്മുടെ ഗ്രാമറിലെ ആദ്യത്തെ പോർഷനാണ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് ആൻഡ് ഇൻ്റർചേഞ്ച് ഓഫ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പം സെൻറ്റൻസിനെ നമുക്ക് പലതായിട്ട് തരംതിരിക്കാനായിട്ട് കഴിയും. അതാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അത് തന്നെ നമുക്ക് പർപ്പസിനെ ബേസ് ചെയ്തും സെൻറ്റൻസുകളുടെ പർപ്പസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫങ്ഷനെ ബേസ് ചെയ്തും സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ആദ്യം പർപ്പസിനെ ബേസ് ചെയ്ത് സെൻറ്റൻസുകളെ എത്രയായിട്ട് തരംതിരിക്കുക, അത് ഏതൊക്കെയാണെന്നാണ് പറയാനായിട്ട് പോകുന്നത്. പർപ്പസിനെ ബേസ് ചെയ്ത് സെൻറ്റൻസുകളെ 4ആയിട്ട് തരംതിരിക്കാൻ കഴിയും. ഏതൊക്കെയാണ്? അസേർട്ടീവ് സെൻറ്റൻസ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. പർപ്പസിനെ ബേസ് ചെയ്ത് നമുക്ക് സെൻറ്റൻസുകളെ 4ആയിട്ട് തരംതിരിക്കാൻ കഴിയും. അസേർട്ടീവ്, ഇമ്പറേറ്റീവ്, ഇൻട്രോഗേറ്റീവ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. അടുത്തൊരു ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് സെൻറ്റൻസുകളുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസുകളെ 4ആയിട്ട് തരംതിരിക്കാം. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? പർപ്പസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസിഫിക്കേഷനാണ്. അതിൽ തന്നെ ആദ്യത്തേതാണ് അസേർട്ടീവ് സെൻറ്റൻസ്. അസേർട്ടീവ് സെൻറ്റൻസുകളുടെ തന്നെ മറ്റു പേരുകളാണ് ഡീക്ലറേറ്റീവ് സെൻറ്റൻസുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത്. ഡീക്ലറേറ്റീവ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അസേർട്ടീവ് സെൻറ്റൻസിൻ്റെ മറ്റ് പേരുകളാണ്. അപ്പോൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു പ്രസ്താവനയായിരിക്കും. ഒരു പ്രസ്താവനയെയോ അല്ലെങ്കിൽ ഒരു വസ്തുതയെയോ സൂചിപ്പിക്കുന്ന വാചകങ്ങളെയാണ് നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. പ്രസ്താവനകളെയോ വസ്തുതകളെയോ സൂചിപ്പിക്കുന്ന സെൻറ്റൻസുകളെയാണ് അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. ഇവിടെ നോക്കി, ഹീ ഈസ് എ ബോയ്, അവനൊരു ബോയിയാണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ അസേർട്ടീവ് സെൻറ്റൻസുകൾ ഒരു സബ്ജക്റ്റിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? ഹീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഒരു ഫുൾ സ്റ്റോപ്പിലായിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പം ഹീ ഈസ് എ ബോയ് ഒരു ഫുൾ സ്റ്റോപ്പിൽ എൻഡ് ചെയ്യുന്നു, സ്റ്റാർട്ട് ചെയ്യുന്നൊരു സബ്ജക്റ്റിലാണ്. നമുക്ക് ഈ അസേർട്ടീവ് സെൻറ്റൻസുകളെ തന്നെ 2ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതാണ് അഫിർമേറ്റീവ് സെൻറ്റൻസുകളും നെഗറ്റീവ് സെൻറ്റൻസുകളും. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അവിടെ എന്തും കാണും? പോസിറ്റീവും കാണും. അപ്പോൾ അഫിർമേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്ത് സെൻറ്റൻസുകളാണ്? പോസിറ്റീവ് സെൻറ്റൻസുകളാണ്. അപ്പോൾ നമുക്ക് അസേർട്ടീവ് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ ഡീക്ലറേറ്റീവ് സെൻറ്റൻസുകളെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. പോസിറ്റീവും നെഗറ്റീവും. പോസിറ്റീവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അഫിർമേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ പോസിറ്റീവിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീ ഈസ് എ ബോയ് ഒരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ്. ഹീ ഈസ് നോട്ട് എ ടീച്ചർ, അവനൊരു ടീച്ചർ അല്ല. ഹീ ഈസ് നോട്ട് എ ടീച്ചർ, അത് എന്താണ്? നോട്ട് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് വേർഡ് വന്നു. അപ്പോൾ ഇതെന്ത് സെൻറ്റൻസ് ആണ്? നെഗറ്റീവ് സെൻറ്റൻസ് ആണ്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് പറയും. അത് പോസിറ്റീവ് മീനിങ് വരികയാണെങ്കിൽ അഫിർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് മീനിങ് വരികയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സെൻറ്റൻസുകളുമായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അസേർട്ടീവ് സെൻറ്റൻസ് മനസ്സിലായല്ലോ. ഇനി നമ്മുടെ 2ാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾ എന്ന് പറയുമ്പം ഒരു ആജ്ഞ അല്ലെങ്കിൽ അപേക്ഷ, ഉപദേശം, ഈ തരത്തിലൊക്കെയുള്ള സെൻറ്റൻസുകളെയാണ് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു വെർബിലായിരിക്കും ഇമ്പറേറ്റീവ് സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വെർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ അത് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ആണ്. അല്ല എങ്കിൽ പ്ലീസിലോ കൈൻഡ്ലി തുടങ്ങിയ വേർഡ്സിൽ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡു നോട്ട് എന്ന് പറയുന്ന വേർഡിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എളുപ്പത്തിൽ തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പോൾ വെർബിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഓപ്പൺ ദ ഡോർ, ക്ലോസ് ദ വിൻഡോ, പ്ലീസ് ഗിവ് മി എ പെൻ, സ്റ്റോപ്പ് ടോക്കിംഗ്, ഇതൊക്കെ ഇമ്പറേറ്റീവ് സെൻറ്റൻസുകൾക്ക് എക്സാമ്പിളാണ്. ഓപ്പൺ ദ ഡോർ, ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, സ്റ്റോപ്പ്, ഇതൊക്കെ എന്താണ്? വെർബിൽ വരുന്നതാണ്. അപ്പോൾ ഒരു വെർബിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. പ്ലീസ് ഗിവ് മി എ പെൻ, പ്ലീസിൽ സ്റ്റാർട്ട് ചെയ്തു, ഇമ്പറേറ്റീവ് സെൻറ്റൻസുകളാണ്.
ഡോണ്ട് ഗോ നൗ അല്ലേ, ഡോൺ അല്ലെങ്കിൽ ഡു നോട്ട് അല്ലേ, ഡോണ്ടിൽ സ്റ്റാർട്ട് ചെയ്താലും അതിന് എന്ത് തന്നെയാണ് പറയുന്നത്, ഇംപറേറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇതൊക്കെ ഏത് തരത്തിലുള്ള നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇങ്ങനെ ഓർത്ത് വയ്ക്കാം, വെർബ്, പ്ലീസ്, കൈൻഡ്ലി. അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു അപേക്ഷയാണല്ലേ, അല്ലെങ്കിൽ ആജ്ഞാപിക്കുകയാണ്, ഓപ്പൺ ദ ഡോർ, അല്ലെങ്കിൽ ഉപദേശം നൽകുന്നു. ഇതിനെയൊക്കെയാണ് നമ്മൾ ഇംപറേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ പർപ്പസിനെ ബേസ് ചെയ്തിട്ട് 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. ഒന്ന് അസേർട്ടീവ്, 2 ഇംപറേറ്റീവ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ്. ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ചോദ്യരൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളെയാണ്. ചോദ്യരൂപത്തിൽ വരുന്ന സെൻറ്റൻസുകളെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. അപ്പോൾ ഈ ചോദ്യരൂപം എന്ന് പറയുമ്പോൾ നമുക്ക് 2 രീതിയിൽ ചോദ്യം ചോദിക്കാം. 2 രീതിയിലുള്ള ചോദ്യമുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്, എസ് ഓർ നോ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പോൾ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ വേർഡ് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുമ്പോൾ എന്താ, WH ക്വസ്റ്റ്യൻസ് എന്ന് നമ്മളിതിനെ പറയാറുണ്ട്. വാട്ട്, വെയർ, ഹൂ, വിച്ച്, ഹൗ തുടങ്ങിയ WH ക്വസ്റ്റ്യൻ വേർഡുകളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനെയാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വേർ ആർ യു ഗോയിങ്, വേർ ആർ യു ഗോയിങ്, ഹൂ ആർ യു അല്ലേ, 2 ക്വസ്റ്റ്യൻ വേർഡുകളിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് എന്തോ കൊടുത്തേക്കുന്നത്, ആർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിലറി വെർബാണ്. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഓക്സിലറി വെർബാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്, ക്വസ്റ്റ്യൻ വേർഡിന് ശേഷം എന്താണുള്ളത്, ഓക്സിലറി വെർബുണ്ട്. യു എന്ന് പറഞ്ഞാൽ എന്താണ്, സബ്ജക്റ്റ് ആണ്. ഗോയിങ് എന്ന് പറയുമ്പോൾ മെയിൻ വെർബാണ്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യും, രണ്ടാമതൊരു ഓക്സിലറി വെർബ്, പിന്നീട് സബ്ജക്റ്റ് കാണും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിൻ്റെ ആദ്യത്തെ ടൈപ്പാണ് ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നമുക്ക് രണ്ടാമത്തെ ടൈപ്പ് നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. എസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഉത്തരം വരുന്നത് എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. ഡു യു ലൈക്ക് സ്വീറ്റ്സ്, ഡു യു ലൈക്ക് ചോക്ലേറ്റ് അല്ലേ, ഡു യു ലൈക്ക് സ്വീറ്റ്സ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം എന്തായിരിക്കും, എസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും ആൻസർ വരുന്നത്. അപ്പം ഇവിടെയും നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ തന്നെ ആയിരിക്കും. അവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞു. ഇവിടെ വരുമ്പം ക്വസ്റ്റ്യൻ വേർഡിലല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്, ഡു എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിലറി വെർബിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്സിലറി വെർബിലായിരിക്കും എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് എന്തോ കാണും, സബ്ജക്റ്റ് കാണും, മെയിൻ വെർബ് കാണും. അപ്പോൾ മറ്റേടത്ത് ക്വസ്റ്റ്യൻ വേർഡിൽ സ്റ്റാർട്ട് ചെയ്യും, അതിന് ശേഷമാണ് ഓക്സിലറി വെർബ് വരുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ല, ഡയറക്റ്റ് എന്തിലാണ്, ഓക്സിലറി വെർബിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്സിലറി വെർബ്, സബ്ജക്റ്റ്, മെയിൻ വെർബ് ഈ രീതിയിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് മനസ്സിലായല്ലോ. WH ക്വസ്റ്റ്യൻസും കാണും, എസ് ഓർ നോ ക്വസ്റ്റ്യൻസും കാണും. ഇനി നമ്മുടെ ലാസ്റ്റ് ടൈപ്പാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്. ലാസ്റ്റ് ടൈപ്പ് എന്താണ്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണ്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്നുള്ള ആശ്ചര്യം, പെട്ടെന്നുണ്ടാകുന്ന ഒരു അത്ഭുതമില്ലേ, ആഹ്ലാദം, വികാരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണും അല്ലേ, ഈ ഒരു മാർക്കിനെയാണ് നമ്മൾ എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന് പറയുന്നത്. ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ഈ ഒരു സെൻറ്റൻസുകളിൽ കാണും. അതുപോലെ ഇതുപോലുള്ള വേർഡ്സ്, അലാസ്, ഹുറേ, ഓ തുടങ്ങിയ വേർഡ്സ്, അതുപോലെ വാട്ടിലും ഹൗവിലും എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ഇവിടെ നോക്കി, യു ആർ അമൈസിങ്, നമുക്ക് പെട്ടെന്നുണ്ടാകുന്നൊരു വികാരം കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൻറ്റൻസ് ആണ്. അതുപോലെ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. ഇനി വാട്ട് എ ബ്യൂട്ടിഫുൾ ഫ്ലവർ ഇറ്റ് ഈസ്, അവിടെ എന്താണ്, വാട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വാട്ടിലും ഹൗവിലും സ്റ്റാർട്ട് ചെയ്താലും എന്തുണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകളുണ്ട്. ഈ ഒരു മാർക്ക് ഉണ്ടോ എന്ന് നോക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ തിരിച്ചറിയാൻ സാധിക്കും. അതുപോലെ അലാസ്, ഹുറേ, ഓ തുടങ്ങിയ വേർഡ്സ് ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് പെട്ടെന്നുണ്ടാകുന്ന വികാരങ്ങളെ, ആഹ്ലാദം, ആശ്ചര്യം തുടങ്ങിയ അത്ഭുതം അതിനെയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എന്താണെന്ന് പറഞ്ഞത്. സെൻറ്റൻസുകൾ 4 തരത്തിലുണ്ട്. അത് അവരുടെ പർപ്പസിനെ ബേസ് ചെയ്തിട്ട്, അവരുടെ ഫങ്ഷനെ ബേസ് ചെയ്തിട്ടാണ് 4ആയിട്ട് തരംതിരിക്കുന്നത്. അസേർട്ടീവ് സെൻറ്റൻസ്, ഇംപറേറ്റീവ് സെൻറ്റൻസ്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആൻഡ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ്.
അസേർട്ടീവ് എന്ന് പറയുമ്പോൾ സെൻറ്റൻസുകളാണ് അല്ലേ, പ്രസ്താവനകളാണ്. ഇംപറേറ്റീവ് എന്ന് പറയുമ്പോൾ ആജ്ഞകൾ, അപേക്ഷകൾ തുടങ്ങിയവയാണ്. അല്ലെങ്കിൽ ഒരു വേർബിൽ സ്റ്റാർട്ട് ചെയ്യും, പ്ലീസ് അല്ലെങ്കിൽ കൈൻഡ്ലിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നവയാണ് ഇംപറേറ്റീവ് സെൻറ്റൻസ്. ചോദ്യരൂപത്തിൽ വരുന്നതിനെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് പറയും. ആശ്ചര്യങ്ങൾ, അത്ഭുതങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസുകൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് 4 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അവരുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സെൻറ്റൻസുകളെ 4ആയിട്ട് തരംതിരിക്കാനായിട്ട് കഴിയും. അതായിരിക്കും നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക്, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്തിട്ട് ക്ലാസ്സുകൾ കാണുക.